ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് ഒരു ഷോപ്പിംഗ് സൈറ്റിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഡിസൈൻ മീൻസ് ഇറ്റ് വിൽ ബി ആൻ ആപ്ലിക്കേഷൻ, ബട്ട് ഇത് ഫിഗ്മയിലൊന്നുമല്ല. നമ്മൾ ബേസിക്കലി എ ഉപയോഗിച്ചിട്ട് വൈബ് കോഡിങ് ചെയ്യുകയാണ്. വൈബ് കോഡിങ് എനിക്കറിയാം. നിങ്ങൾക്കിപ്പോൾ ട്വിറ്ററൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഫ് യു നോ ദ പേഴ്സൺ ആൻഡ്രിച്ച് കർപ്പാത്തി, he was like big personality in the field of AI. അപ്പോൾ പുള്ളി റെഫർ ചെയ്താണ് വൈബ് കോഡിങ്. വൈബ് കോഡിങ് മീൻസ് വേറൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് എ ഉപയോഗിച്ചിട്ട് ഫുൾ കോഡ് ചെയ്യാതെ തന്നെ നിങ്ങൾ എക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് വെബ്സൈറ്റ്സും എന്താണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് എനിത്തിങ് ദാറ്റ് യു വാണ്ട് എ ഉണ്ടാക്കി തരും. സോ ഫോർ ദാറ്റ് നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാം. ദർ ആർ ലോട്ട് ഓഫ് ലൈക്ക് ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് GitHub Copilot, so similar way. So ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കഴ്സർ എന്ന് പറഞ്ഞ ഒരു എഡിറ്ററാണ്. ഇഫ് യു ആർ ഫെമിലിയർ വിത്ത്, ഇറ്റ്സ് ലൈക്ക് ഫോർക്ക് ഓഫ് VS Code ആൻഡ് ദേ ബിൽഡ് സംതിങ് ടോപ്പ് ഓഫ് ഇറ്റ്, ലൈക്ക് AI സ്റ്റഫ് അതിൻ്റെ പുറത്തുണ്ടാക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ വേറെ എഡിറ്റർ ഉണ്ട്, വിങ്സർഫ് ആൻഡ് എവറിത്തിങ്. ബട്ട് യു നീഡ് ടു, ഐ മീൻ ദർ ഐ ഗെസ് there is free plan also, but if you want to use like premium models and everything, you need to pay. So anyway, there are free alternative also, like ഇപ്പോൾ നിങ്ങൾ VS Code ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ VS Codeൽ കുറേ ഇതുപോലെ കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ട്. GitHub Copilot, പിന്നെ ആർക്ക്, ലൈക്ക് കോഡിയം, അങ്ങനെ കുറേ ഉണ്ട്, ആർക്ക് ക്ലീൻ, സംതിങ് ലൈക്ക് ദാറ്റ്. There are a lot of other extensions that is available. If you have a good GPU, then you can use it like local model. Local model ഉപയോഗിക്കാം, എന്നിട്ട് ഈ എക്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് സെയിം സ്റ്റഫ് നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് പവർഫുൾ. ഇഫ് യു ഗോ ലൈക്ക് ഐ മോസ്റ്റ്ലി റെക്കമെൻഡ് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ കോഡിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഐ ഗെസ് ഫോർ നൗ ഇറ്റ് വുഡ് ബി ലൈക്ക് ക്ലൗഡ്, നോട്ട് GPT-4. ഓക്കെ, സോ ക്ലൗഡ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്, ബട്ട് ഇറ്റ്സ് എ പ്രീമിയം മോഡൽ ആൻഡ് സോ ദാറ്റ് വി ക്യാൻ യൂസ്. ബട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കഴ്സറിൽ തന്നെ നിങ്ങൾക്ക് ജെമിനി ഫ്ലാഷ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഫ്രീ, ബട്ട് യു നീഡ് ടു പേ $20 ഐ ഗെസ് പെർ മന്ത്. ബട്ട് ദിസ് വൺ ഈസ് അൺലിമിറ്റഡ്. പക്ഷേ നിങ്ങളിപ്പോൾ ക്ലൗഡൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ അൺലിമിറ്റഡ് ആണ് കഴ്സറിൽ, ബട്ട് ലൈക്ക് 500 യൂസേഴ്സ് വരെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. Like they will give fast response and everything. After that, I guess അത് ഫാസ്റ്റ് ആയിട്ട് കിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് വളരെ സ്ലോ ആണ്. ഇറ്റ്സ് ലൈക്ക് വെരി സ്ലോ ദാറ്റ് യു വിൽ ബി ബോർഡ് ആൻഡ് യു വിൽ ബി റെഡി ടു പേ ലൈക്ക് ദാറ്റ് എമൗണ്ട് ഓഫ് മണി. സോ ദാറ്റ് ഈസ് കോൾഡ് ലൈക്ക് യൂസേജ് ബേസ്ഡ് പ്രൈസിങ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ബട്ട് ദർ ആർ മെനി ഫ്രീ ഓപ്ഷൻസ് ദാറ്റ് ഈസ് അവൈലബിൾ ഓൾറെഡി. ലൈക്ക് ഇഫ് യു ഓൾറെഡി യൂസിങ് GPT, you can copy paste and use that, or other VS Code free stuff is available. But I guess cursor.com ൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഫ്രീ പ്രോ 2-week ട്രയൽ ആണ്, 2000 completion, 50 slow premium request. Okay, ഇതാണ്. ബട്ട് ഇഫ് യു ആർ heavy, I mean like a programmer, and you are getting benefited from the like a freelance jobs and everything, then you can, it's okay to pay $20 a month worthy. $20 a month worth ആണ്, because you can develop so much more by using this one. But the only thing is like you will be addicted to like vibe coding, and കാരണം നിങ്ങൾക്ക് മാനുവലി കോഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് പാടായിരിക്കും. ബട്ട് എനിവേ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ഫോർ ബിഗിനേഴ്സ്. ബട്ട് future is like this automatic code generation, everything, but it would be like very useful if you learn just basics and everything. Then നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ബട്ട് ഇതിൽ കുറേ കോഡ് ജനറേറ്റ് ചെയ്യും, ബട്ട് ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദോസ് കോഡ്സ്. ആൻഡ് ബിക്കോസ് ഇഫ് ഇറ്റ്സ് എ ലാർജ് code base, then if any tweaks or changes or you want to save money, then you can go manually and make the changes. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക പിന്നെയും നിങ്ങൾക്ക് ഈ AI ടൂൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. കീപ് പ്രോംപ്റ്റ്. ഇഫ് യു ആർ നോട്ട് like sure about the prompting and everything, then it will be kind of very difficult. Yeah, sure. So that is that. നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാം. ബട്ട് ദിസ് ഇസ് ദ ഫ്യൂച്ചർ. ദാറ്റ്സ് വൈ ഐ എം ഷോയിങ് ദിസ് ലൈക്ക് വൈബ് കോഡിങ് ആൻഡ് എവറിത്തിങ്. മാനുവലി കോഡ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക്. പക്ഷേ ഇതിൽ ഓട്ടോ കംപ്ലീറ്റ് ഒക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. യു ക്യാൻ യൂസ് ദ ഓട്ടോ കംപ്ലീറ്റ്. And another better option, if you are just preferring autocomplete, super fast autocomplete, I am really recommended this one, like Super Maven, I guess. Like yeah, this one. This is like cheap, but this is very fast and it's very better than like Copilot or any other auto completion stuff. But this is like $10 or something. This is also like paid stuff, but yeah, there is also free tier. Idilum free tier ഉണ്ട്, but I guess yeah, there would be certain limitations. So like this one is 10 month or like 99 per year. Yeah, so ഇത് ഇപ്പോൾ നിങ്ങൾക്ക് $20 പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് $10 മുടക്കിയാൽ ഈ ഇത് കിട്ടും, ഓട്ടോ കംപ്ലീഷൻ കിട്ടും. There are always free alternatives to that, but yeah, anyway. And also you can, if you're a paid member, I guess you can just turn off the telemetry data sending to their server and everything. But if you use free stuff everywhere, I guess അവർ നിങ്ങളുടെ ഡേറ്റ കോഡ് ഒക്കെ എടുത്തിട്ട് അവരുടെ സെർവറിലേക്കൊക്കെ വിടും. ഇവർ എല്ലാവരും ഇടുന്നുണ്ട്. നമ്മൾ GPT-4ലും ക്ലൗഡിലൊക്കെ യൂസ് ചെയ്യുമ്പം I guess they are already taking our data for training purpose and everything. But anyway, always check if there is a telemetry data sending stuff. If you can turn off that, just turn off that shit. Okay, so anyway, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു തരുന്നത്, ബിക്കോസ് ദ ഫ്യൂച്ചർ ഇതായതുകൊണ്ട്. ഓക്കെ, ഞാൻ ഒത്തിരി ഞാൻ പറയാൻ പോകുന്നില്ല. ബട്ട് എനിവേ, ദിസ് ഇസ് ഓവർവ്യൂ ഐ ന്യൂസ് ഗിവിംഗ്. സോ ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പ്രൊജക്റ്റാണ്. ഷോപ്പിംഗ് സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇനീഷ്യലി കാണിച്ചു തരാം ഹൗ ക്വിക്ലി യു ക്യാൻ മേക്ക് ദിസ് വൺ. ബട്ട് യാ, ഐ എം നോട്ട് യൂസിങ് ക്ലൗഡ് because cloud that will consume my like token and everything, so I am not going to use cloud. I will be using GPT. I am going to use Gemini 2.5. I guess that is free. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ടോക്കൺ ആവില്ല. $20 നിങ്ങൾക്ക് എത്ര അൺലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിലും ഹൈ സ്പീഡിൽ എടുക്കാം. ബട്ട് ഇറ്റ്സ് ഏജന്റിക് ആൻഡ് എവറിത്തിങ് ഇസ് പെർഫോമൻസ് ഇസ് വെരി ലോ, ബട്ട് യു ക്യാൻ യൂസ് ദാറ്റ് വൺ. ഓക്കെ, സോ എനിവേ, for this ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫേക്ക് സ്റ്റോർ API ആണ്. ഐ എം നോട്ട് അഡ്മിൻ പാനലൊന്നും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല. ബട്ട് എനിവേ, സോ ടു ലൈക്ക് എമുലേറ്റ് ഇറ്റ്, ഐ വിൽ ബി യൂസിങ് ദിസ് API, so you can look into it. It will provide title, price, description, category. Yeah, men's clothing. It's men's clothing. I don't know, jewelry. Yeah. These all the stuff they are providing. Anyway, fake store, here you can see products, get all products. You can add product. I haven't tried all these ones, but anyway, sure. Cart, yeah, all this stuff. Okay, so ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന API. Okay, that is called like fake store API.com products. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാൻ, just populate the list and everything. So റിയാക്ട് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഐ വിൽ ബി യൂസിങ് ദിസ് വൈറ്റ്. നിങ്ങൾക്ക് വൈറ്റ് ഉപയോഗിക്കാം. ഇനി ദിസ് ഇസ് പണ്ടത്തെ വെബ് പാക്ക് ഉപയോഗിച്ചവർക്കറിയാം. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് ഫോർ ബിൽഡിംഗ് സ്റ്റഫ് ആൻഡ് എവറിത്തിങ്. യാ, ആൻഡ് ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് റിയാക്ട്. ബട്ട് ഇപ്പോൾ റിയാക്ട് വേറെ പ്രിഫർ ചെയ്യാണ്, നെക്സ്റ്റ് ഡേയ്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാനാണ് റിയാക്ട് പറയുന്നത്. ബട്ട് യു ക്യാൻ യൂസ്, ബട്ട് ഇതിൻ്റെ ബാക്കെൻഡൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. സോ ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് ഫ്രണ്ട് എൻഡ് ഉള്ളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതാണ് ഉപയോഗിക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സി npm create white latest. ഞാനത് കോപ്പി ചെയ്തു. ജസ്റ്റ് കം ഹിയർ. ഓക്കെ, കൊടുത്തു. ഇഷ്ടമുള്ള പ്രൊജക്റ്റ് കൊടുത്തു. എന്താണ്, ഫേക്ക് സ്റ്റോർ തന്നെ ഞാൻ പേര് കൊടുത്തു. ദെൻ ഇവിടുന്ന് ഇഷ്ടമുള്ള എടുക്കാം. റിയാക്ട് എടുക്കാം ഇഷ്ടമുള്ള എടുക്കാം. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റിയാക്ട്. യു ക്യാൻ TypeScript എടുക്കാം, ലിങ്ക് JavaScript, but I am going to go with TypeScript. Okay, it's done, like store. Then I can just like npm. So first of all you need to install Node. Node ആദ്യം വേണം, കാരണം React runs on Node, right? So Node install ചെയ്യാം. You can use nvm. So I prefer to use nvm
because there are, I mean, you can just manage different versions of Node. അപ്പോൾ നോഡിൻ്റെ പല വേർഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ യാ, I'm just use this 20.5 for another project, so I'm not going to change it, but you can use like 22, now it's 23 or 24, something like that. But anyway, but it's okay. Okay, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ജസ്റ്റ് npm install. So this will install the packages that we needed for our application. npm അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് എനിക്ക് തോന്നുന്നു യു ക്യാൻ യൂസ് yarn. അത് കുറച്ചുകൂടെ സ്പീഡാണ്. ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് സിമിലർ ലൈക്ക് നോട്ട് പാക്കേജ് മാനേജർ, yarn, pnpm ഓൾസോ ഈസ് ഗുഡ്. അത് കുറച്ച് നമ്മുടെ ലോക്കൽ ക്യാഷ് കുറേ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാഷിൽ നിന്ന് എടുത്ത് if is the version not changed, then yeah, it will took from the cache. അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബണി യൂസ് ചെയ്യാം ഫോർ റണ്ണിങ് ദ ആപ്ലിക്കേഷൻ, എനിത്തിങ്. സോ ഫോർ നൗ വെരി കോമൺ പീപ്പിൾ ആർ യൂസിങ് ഓൾ ദീസ് സ്റ്റെപ്സ്. സോ ഐ മീൻ നോട്ട് കോമൺ, ഐ മീൻ ഇൻ ജനറൽ നോഡാണ് npm ആണ് യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ചൂസ് ദാറ്റ് വൺ. ഓക്കെ, സോ ദാറ്റ് വാർണിംഗ് അത് കണ്ടത് ചിലപ്പം എൻ്റെ നോഡ് പഴയതായതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫേക്ക് സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LSDക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇത്രയും ഫയൽസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പ്രൊജക്റ്റ് നമുക്ക് കേഴ്സറിൽ നമുക്ക് റൺ ചെയ്യാം. ഓർ യു ക്യാൻ ജസ്റ്റ് യൂസ് npm run dev. ഓക്കെ, then localhost uf5173 I guess. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. ഓക്കെ, so here this is the project, react white. yeah, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെറും സാമ്പിളാണ്, നമുക്ക് കാണാം ഇങ്ങനെ. ഓക്കെ, ഓൾസോ ദ ഫ്രണ്ട് എൻഡ് ഞാൻ ടെയിൽവിൻഡ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ യൂസിങ് ടെയിൽവിൻഡ് CSS റൈറ്റ് നൗ. ഓക്കെ, ടെയിൽവിൻഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഐ മീൻ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് കാണാം. ജസ്റ്റ് യൂട്ടിലിറ്റി ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സസ് ആഡ് ചെയ്യാം. എൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ഡോക്യുമെൻറ്റേഷൻസിൻ്റെ ഇതിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കാണാം. ഓക്കെ, സോ ദിസ് ഇസ് ലേറ്റസ്റ്റ് 4.0. I guess they have trimmed a lot of complex stuff. So now you can, I haven't tried 4.0. ഞാൻ 4.0 ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് I guess there are good stuff in it. But anyway, I'm not a big much designer, but basic knowledge കുറച്ച് അറിയാം, അത്രേ ഉള്ളൂ. Okay, if you want to know, then you can just use it. So here you can see this is for white. പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. Okay, you can just see use writing. Okay, ഇങ്ങനെ നമുക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ വൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എനിക്കറിയില്ല ഇത് എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബട്ട് അടുത്തത് കോൺഫിഗർ വൈറ്റ് പ്ലഗിൻ. ഓക്കെ, യു നീഡ് ടു കോൺഫിഗർ ദ വൈറ്റ് പ്ലഗിൻ. സോ ഞാനത് കേഴ്സർ ഓപ്പൺ ആക്കി. ഓക്കെ, ഓപ്പൺ പ്രൊജക്ട്. ഇറ്റ്സ് ഇൻ dev. ഓക്കെ, യൂട്യൂബ് വീഡിയോസ്, ഫേക്ക് സ്റ്റോർ ഓപ്പൺ. ഓക്കെ, സോ എനിവേ, സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള UI. ഓക്കെ, സോ ഇവിടെ ഓക്കെ, I guess the theme is changing preference. Oh, okay. Okay, so there is an update right now. Okay, so I just click on update now. Update കൊടുത്തിട്ടുണ്ട്. So I don't know what are the features that is coming with this one, but yeah. ഇപ്പം ഞാൻ മാക്ക് ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിൻഡോസ് ആണെങ്കിലും സെയിം പ്രോസസ്സ്, ലൈക്ക് ഇത് എല്ലാത്തിലും കിട്ടുന്നതാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ഓക്കെ, ക്ലിയർ. ഓക്കെ, ഓക്കെ, കഴ്സർ ഫയൽ. ഓക്കെ, some settings. There is a theme. I guess it's cursor trade, but I use this one, like Skura test preference. I mean, you can check. Yeah,
um, theme, color theme, yeah, like Skura midnight. Okay, Subscribe midnight. Okay. So this is a theme I'm just using right now. You can use any theme. Okay. ഞാൻ അത് ചെയ്തു ഇനി. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ക്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് കേഴ്സറിൽ നമുക്ക് കോഡ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ലൈക്ക് ഇറ്റ് വിൽ എംബഡ് ഇൻ ടു എ വെക്ടർ ഡേറ്റാബേസ് ആൻഡ് എവറിത്തിങ്. സോ ഇൻ ഫ്യൂച്ചർ അതായത് ഓരോ LLM മോഡലിലും എന്താണ് നിങ്ങൾക്കറിയാം, കണ്ടെക്സ്റ്റ് ലിമിറ്റ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ഫൈൻഡ് ദ സ്റ്റഫ് ഈസിലി. So for that purpose, I can just and also it will get a good context of the code base. So they are saying that like that they won't send the code to their server, but rather than that they only just sending the embedding data only. So it will be like a metric stuff and everything, just mappings only in their server, and the code will remain in ours. So അതാണ് ടെലിമെട്രി അവരെ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബട്ട് കഴ്സറിൽ പോവുക, കഴ്സർ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫീച്ചേഴ്സിൽ ഓൾറെഡി ഇറ്റ്സ് ഇൻഡെക്സ്ഡ്. ഐ ഗെസ് നോൺ മൊഡ്യൂൾസ് ഒക്കെ ഓൾറെഡി ഇൻഡെക്സ് ആയിട്ടുണ്ട്. നോൺ മൊഡ്യൂൾസ് ഇൻഡെക്സ് ആയെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് ദ നോൺ മൊഡ്യൂൾസ് ഗെറ്റ് ഇൻഡെക്സ്ഡ്. ഓക്കെ. എനിവേ അത് കൊടുത്തു. എനിക്കിവിടെ കഴ്സർ സെറ്റിംഗ്സിൽ വേണമെങ്കിൽ കോൺഫിഗർ ഇഗ്നോർ സെറ്റിംഗ്സിൽ വേണമെങ്കിൽ ഐ ക്യാൻ ഗീവ് ലൈക്ക് നോൺ മൊഡ്യൂൾസ്. ഓക്കെ, നോൺ മൊഡ്യൂൾസ് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. So for now I am going to just use that one only. Okay. Yeah. ഞാൻ കുറച്ച് ടെക്സ്റ്റ് വലുതാക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ എളുപ്പത്തിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRC. സോ ഫസ്റ്റ് ഓഫ് ഓൾ let's change the font or something like that. Anyway, നമുക്കത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് റൺ ചെയ്യാം. npm run dev. Okay, so that you can see in package.json, you can see all the comments here, like cursor settings, VS Code settings, and the mouse wheel or something like that. Zoom, yeah, this one. Okay, now you can increase the font size. Okay, okay. Anyway, yeah. അത് കൊടുക്കാൻ പറ്റും. Okay, so now it's running in 5173. So I have already installed Tailwind. Okay, ഇനി നമുക്ക് ചെയ്യേണ്ടത് കോൺഫിഗർ ദ വൈറ്റ് പ്ലഗിൻ. കോൺഫിഗർ വൈറ്റ് പ്ലഗിൻ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന വൈറ്റ് config.ts എടുക്കുക. വൈറ്റ് config.ts കോൺഫിഗ് എടുക്കുക. ഇവിടെ എന്ത് ചെയ്യാം, ഇറ്റ്സ് ലൈക്ക് ഇമ്പോർട്ട് Tailwind. ഓക്കെ, നമുക്കിവിടെ Tailwind ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട് Tailwind CSS ഫ്രം Tailwind വൈറ്റ്. ഓക്കെ, what's there? Oh, okay, it's not never used. Okay. Okay. അതാണ് അറിവ്. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഗിൻസിൽ Tailwind CSS ഇവിടെ കൊണ്ടുവരിക, കോമൻറ്റ് കൊടുക്കുക, Tailwind CSS. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴ്സർ ടാബ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സജഷൻസ്, ഓട്ടോ കംപ്ലീറ്റ് ആൻഡ് എവറിത്തിങ് കാണിക്കും. ഓക്കെ, സോ ഐ ഗെസ് ഇതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേറെ ഒന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ആഡ് ആൻഡ് ഇമ്പോർട്ട് യുവർ CSS ഫസ്റ്റ്, ദാറ്റ് ഇമ്പോർട്ട് Tailwind CSS. ഓക്കെ, സോ അടുത്ത പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് npx ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഐ തിങ്ക്. ബട്ട് എനിവേ, ഇമ്പോർട്ട് CSS. ഓക്കെ, ഐ ഗെസ് ഇറ്റ്സ് style.css. ഓക്കെ, I don't know what is that, app.css. Okay, I can change this to style.css, like if it's that is the using, but for rename, yeah, style.css. Okay, just open that, remove everything, and just paste here. Now it's import Tailwind CSS. Okay, but Tailwind CSS import ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് I guess app.txss, it will be like
Okay, this one is not correct. Like we don't have app.css, so it will be like style.css. Okay. ഇത്രയാണ് അവർ പറഞ്ഞിട്ടുള്ളത് റൺ ചെയ്യാൻ. യെസ്, ഓക്കെ, style.css. ഇനി നമുക്ക് നമ്മുടെ ഹിയർ, ഓക്കെ, ഓൾ ദ സ്റ്റഫ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, സോ ഇനി നമുക്ക് app.txt വന്നു കഴിഞ്ഞാൽ ഇതാണ് ബേസിക്കലി. ഹിയർ നമുക്കിങ്ങനെ ഓരോന്ന് സാധനങ്ങൾ കാണാൻ പറ്റും. Oh, there was index CSS. Okay, okay. So instead of that style.css, I can just put it in index.css. But I don't know where is index.css. Oh, it's in main.css. I guess style നമുക്ക് വേണമെങ്കിൽ അവിടെയാണ് ശരിക്കും ഇടേണ്ടത്. Okay, so I guess that will be in main.txt. I guess this would be style.css. You can give something like that. ഇപ്പം style.css വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് I guess index.css not needed, so we can delete that one to trash. Okay, so here you can see now it's like we deleted everything. എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. Okay, so this is the basic configuration. This one we don't need. Okay, and React SVG, all these stuff we don't need it. Like okay, ഇവിടെ നമുക്ക് ഇത് നമുക്ക് വേണമെങ്കിൽ കളയാൻ പറ്റും. Okay, so here if you need something like that we can. Okay, so we can test if that stuff is working like that. So like you can see the code completion. Now you can see that ഈ റെഡ് കളർ ഉണ്ടോ, അപ്പോൾ ദാറ്റ് മീൻസ് Tailwind is working. Like we literally just give background red. If you ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ബേസിക്കലി Tailwindന്റെ ഡോക്യുമെന്റേഷനിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, സോ if I need padding like vertical padding, I can give like py20, then save, then you can see the padding is there. So this is like very easy. If you want to give a general padding കൊടുക്കണമെങ്കിൽ p20 you can give like this. So yeah, so this is very easy. Okay, so but the only problem എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന്റെ നെയിംസ് ഇങ്ങനെ എഴുതിയിട്ട് പോകും. That is only problem. But yeah, anyway, അപ്പോൾ ബേസിക് ആയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വൈറ്റ് ബോർഡ് ഫുള്ള് ചെയ്ത് കൊടുക്കാം. ലൈക്ക് ഐ ക്യാൻ ജസ്റ്റ് ടെൽ ഇറ്റ് ടു ഡു എവറിത്തിങ്, ബട്ട് first of all I can show you that, and then നമുക്ക് അടുത്ത പ്രൊജക്റ്റിൽ അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ബട്ട് ദിസ് ഇസ് വെരി ഈസി ആൻഡ് വി നീഡ് ടു ഗീവ് ലൈക്ക് a proper prompting. Then we can just എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ടു ആൻഡ് ഫ്രോ ലൈക്ക് ചാറ്റിൽ നമുക്ക് റിപ്പീറ്റേഷൻ കുറയും. ഓക്കെ, സോ യാ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മൾ ബേസിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദെൻ യു ക്യാൻ ക്രിയേറ്റ് എ cursor rules or something like that. .cursor, here you can mention the rules like how to behave. I mean എങ്ങനെയാണ് ഈ എഡിറ്റർ ബിഹേവ് ചെയ്യേണ്ടത്. അതർവൈസ് ഇറ്റ് വിൽ ബി ലൈക്ക് ക്രിയേറ്റിംഗ് കൈൻഡ് ഓഫ് റാൻഡം സ്റ്റഫ്. നോട്ട് റാൻഡം, ബട്ട് യാ, അതിന് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യും. So if you have something that in your mind that should be implemented, or like എന്തെങ്കിലും സ്പെസിഫിക് കോഡ് പാറ്റേൺ വേണോ അല്ലെങ്കിൽ ഇത് വേണോ എന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈ കഴ്സർ റൂൾസിൽ കൊടുക്കാം. ഓക്കെ, സോ ലൈക്ക് I am using Tailwind. Please use Tailwind. Okay, Tailwind ഉപയോഗിക്കുക. Using React 19, please 19, keep, always keep the application modularized and proper naming mention. പിന്നെ നമുക്ക് പറയാം ഇങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക്
എന്താണ് വേണ്ടത്, കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓൾവേസ് ട്രൈ ടു ട്രൈ ടു യൂസ് ബെറ്റർ കോഡ് practices. For UI we need something like Shard.cn or Next.js UI look make me surprise. ഓക്കെ, ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ജനറൽ ആയിട്ടൊരു ഐഡിയ നമുക്കിത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ബേസിക്കലി ഞാനിപ്പോൾ ഏജൻറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്യും. യു ക്യാൻ ജസ്റ്റ് സ്വിച്ച് ടു ആസ്ക് മോഡ്. ദാറ്റ് മീൻസ് ഇത് നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ, ഡൗട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് ആസ്ക് മോഡ് ചെയ്യാം. This is ഞാൻ സോണറ്റാണ് യൂസ് ചെയ്യുന്നത്. ദർ ആർ ലോട്ട് ഓഫ് മോഡൽസ് ഇൻ ഹിയർ. ബെസ്റ്റ് തിങ് ഈസ് സോണറ്റ് തിങ്കിങ് കൊണ്ട് അതും കുറച്ചും കൂടെ നല്ലതാണ്. ബട്ട് ദ ക്രെഡിറ്റ് ഇറ്റ് വിൽ ടേക്ക് മോർ ക്രെഡിറ്റ്. സോ പെട്ടെന്ന് നമ്മുടെ ഫാസ്റ്റ് യൂസേജ് കുറയും. പിന്നെയുള്ള സോണറ്റ് തിങ്കിങ് മാക്സ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് സോ മച്ച് മണി. You see, maximum intelligence. So there are many modes that you can try, but anyway, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ജെമിനി ഉപയോഗിക്കാം. ഐ ഗസ് ജെമിനി ഈസ് ഫ്രീ, ബട്ട് ഐ ക്യാൻ ഷോ ഇത് ക്രെഡിറ്റ് ഒന്നും കുറയ്ക്കില്ല, നമ്മുടെ ഓൾറെഡി ഉള്ള ഫാസ്റ്റ് യൂസേജ് ഒന്നും കുറയ്ക്കില്ല. ഇത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, യു ക്യാൻ, സോ സപ്പോസ് ഇഫ് യു നീഡ് സം navigation header here, you can do one thing, just delete it and Control K, and here you can change that to Gemini 2.0 Flash. It's free. It's come within that $20 price range. Sorry. So here ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും, use Tailwind CSS, please create a now bar for my shopping site. Okay. ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ it will create something like this. You can just keep it and see. Now you can see fake store, home, products, about, the cart icon and everything. So that's it. We don't need to just do everything hand. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. Okay, I can create a now bar and do that, but so first of all I will provide you the other approach, so but the problem is I can't discard this one, I guess. Okay, anyway, സോ വി ആർ ബാക്ക്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകണം, അതായത് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഫുള്ള് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ഇതൊരു ആപ്ലിക്കേഷൻ ഉണ്ടായി തരാൻ നോക്കാം. സോ ഐ ആം ട്രൈങ് ടു ക്രിയേറ്റ് എ ബേസിക് ഷോപ്പിംഗ് സൈറ്റ് which has a simple which has a home page and also a shopping items listing page with different filters. From there user can buy items, add to cart, usual stuff that is implemented in most of the shopping cart site. Okay, ഇങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാം please for the products API please use, then we can give that
product API stuff. That was fake store, right? Okay. നമുക്ക് അങ്ങനെ കൊടുക്കാം. പ്ലീസ് യൂസ്. ഓക്കെ, ഞാൻ കൊടുക്കണ്ട, ഞാൻ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റയുടെ സാമ്പിൾ കൊടുക്കാം. ബിലോ ഇസ് ദ ഡേറ്റ സാമ്പിൾ. ബിലോ ഈസ് ദ സാമ്പിൾ റെസ്പോൺസ് JSON. So please surprise me making that. ഓക്കെ, ഇനി നമുക്കത് കൊടുക്കാം സെൻഡ്. നൗ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ കേഴ്സർ React 19 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമ്മളവിടെ കേഴ്സർ റൂൾസ് React 19 കൊടുത്തു, അതുകൊണ്ടാണ് അത് കേഴ്സർ 19 എടുത്തത്. ഓക്കെ, പിന്നെ Tailwind CSS. ഓക്കെ, സോ ഇറ്റ്സ് ആസ്കിങ് ടു ക്രിയേറ്റ് ലൈക്ക് ദിസ്. സോ ഐ വിൽ ജസ്റ്റ് റൺ ദ കമാൻഡ്. ദർ ഈസ് അനദർ മോഡ്, ഒരു YOLO മോഡ് എന്ന് പറഞ്ഞ മോഡ് ഉണ്ട്. സോ വി ഡോണ്ട് നീഡ് ടു ലൈക്ക് manually clicking, accept it will automatically accept, but I prefer like this. So okay, it's asking us to create a reactor DOM and everything, so I'm just creating that one. അപ്പോൾ നമുക്ക് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓക്കെ ജനറേറ്റിംഗ് കാണിക്കുന്നു. ചിലപ്പോൾ ഇതിവിടെ വെച്ച് സ്റ്റക്കായി പോകും. നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ചില സമയങ്ങൾ അങ്ങനത്തെ ഇഷ്യൂ വരാറുണ്ട്. ഓക്കെ, ഓൾറെഡി ഐ ഗെസ് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, ബട്ട് ലെറ്റ് സീ. സം കൈൻഡ് ഓഫ് ഇഷ്യൂസ് ദെയർ ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയതാണ്. മേ ബി എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ബട്ട് യു സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ അഗെയിൻ. ഓക്കെ ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ കമ്പോണൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആക്ച്വലി. സോ അത് പ്രിവ്യൂ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അക്സെപ്റ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് എനിവേ അങ്ങനെ കൊടുക്കാം. അക്സെപ്റ്റ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുണ്ടോ, ടൈപ്സ്, കമ്പോണൻസ് കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഫോൾഡേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Now let's create UI component. First let's create some generic UI components. അപ്പോൾ നമ്മളിതെല്ലാം മോഡുലറൈസ് ചെയ്ത് കറക്റ്റ് ഇതായിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ആ കേഴ്സർ റൂൾസിൽ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് എനിവേ യു ക്യാൻ ജസ്റ്റ് യൂസ് എനിത്തിങ്. ബട്ട് batch.tsx. ഓക്കെ, ഇനി ഇത് നാവ് ബാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഗെസ് ഇറ്റ്സ് കമ്പോണൻറ്റ്. ഇപ്പോൾ ബട്ടൺ എടുത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി ഇറ്റ്സ് ഓൾറെഡി ക്രിയേറ്റഡ് സംതിങ് ലൈക്ക് ദിസ്. ബട്ടൺ ഡോട്ട് ഡിസ്പ്ലേ നെയിം കണ്ടോ, സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ വേരിയൻസ് ടെയിൽവിൻഡ് വെച്ചിട്ട് ഇതിൻ്റെ വേരിയൻസ് ഈ സാധനങ്ങളതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്. ദെൻ പ്രൊഡക്റ്റ് കാർഡാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ടിപ്പിക്കൽ സ്റ്റൈൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് മോഡ് ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ജേസും ആ ഒരു ഷാഡ്സി എന്ന് പറഞ്ഞ കുറേ കമ്പോണൻസ് ആണ്, റിയാക്ട് കമ്പോണൻസ് ആണ്. ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഷാഡ്സിയൻ ദെൻ യു ക്യാൻ ഷോ യു. ഓക്കെ, ഇതാണ് ഷാഡ്സിയൻ. അപ്പോൾ ഈ ഒരു സ്റ്റൈല് ഉണ്ടോ, Tailwind 4 റിയാക്ട് ഔട്ട്. ഓക്കെ, കോഡിയൻ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കമ്പോണൻസ്. ബേസിക്കലി ഷാഡ്സിയൻ വെച്ചിട്ട് നമുക്ക് പല കമ്പോണൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഒരു കമ്പോണൻറ്റ് ലൈബ്രറിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റിംഗ്. അപ്പോൾ ഇതാണ് വൈപ്പ് കോഡിങ്. അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഇത് തന്നെ എല്ലാം ഫുൾ ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി ഇതാണ് പറയുന്നത് എ കാരണം എന്തായത് നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ സ്കോപ്പൊക്കെ കുറഞ്ഞു വരികയാണ്. ബിക്കോസ് യു ക്യാൻ സീ ദാറ്റ് ദിസ് വുഡ് ടേക്ക് നോർമലി ഇഫ് യു ആർ normally developing this would take weeks, but now you can see it's just automatically create in like minutes or an hour. I mean not half an hour, minutes. In minutes it's creating. So it's creating homepage.tsx, home.tx. Okay,
സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇഫ് യു ആർ വാണ്ട് ടു നോ അബൌട്ട് ദ കോഡ്, സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, ദാറ്റ് യു ഷുഡ് ബി somewhat familiar, like if you just want to go manually change of the custom, if there is a large code database, then ഞാൻ വലിയ ഡേറ്റാബേസിലൊക്കെ ചില സമയങ്ങളിൽ നോട്ട് കോഡ് ബേസിലൊക്കെ കണ്ടക്സ്റ്റ് പോകുന്നുണ്ട്. ബട്ട് ഇഫ് യു നോ ദ സ്റ്റഫ്, ദെൻ യു ക്യാൻ ഇൻസ്ട്രക്ട് ദാറ്റ് സ്പെസിഫിക് തിങ് ടു ദി UI, ടു ദി AI. അപ്പോൾ നിങ്ങൾക്കത് സ്പെസിഫിക് ആയിട്ട് AI അത് ഫിക്സ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡിൽ ലോജിക്ക് ഉണ്ടെങ്കിൽ ബെറ്റർ. അതർവൈസ് സംടൈംസ് ഇറ്റ് ജസ്റ്റ് ക്രിയേറ്റിംഗ് സം ക്രാപ്പ്. ബട്ട് എനിവേ യു ക്യാൻ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ലത്, നമുക്ക് അറിയാമെങ്കിൽ ഏറ്റവും നല്ലത്. ബട്ട് ഫോർ someone who just not familiar with programming, then it's okay if you are good, like നല്ലൊരു പ്രൊഡക്റ്റ് ഐഡിയ മനസ്സിലുണ്ട്, if you want to create something out of it, then you can use this one. It's still creating, like, yeah, ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് പേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ഫുൾ ഇപ്പം സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 36 മിനിറ്റ് ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു, ഐ മീൻ ഇനീഷ്യലി ഞാൻ ഇത്രയും ടൈം പ്രതീക്ഷിച്ചില്ല, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ആഫ്റ്റർ എ ലോങ് ടൈം കമ്മിങ് ബാക്ക്. സോ എനിക്കത് കുറച്ചും കൂടെ ഒരു നിങ്ങൾക്ക് ബേസിക് എന്താണ് AI വെച്ചിട്ടുള്ള കോഡിംഗ് എന്ന് കാണിച്ചു തരണമെന്നുണ്ട്. സോ someone who just don't know programming and want to create something, some business SaaS products or anything, then you can use this AI stuff to, like, just pay $20. Like if you are hiring a developer, you need to pay more. So I guess I am also a developer, I am also doing like freelance work and everything, but still, if this helps someone, then let it be. So basically, okay, generating. Just you can just grab a coffee or something like that. Okay, so there is a limitation, like 25 tool calls. Okay, so tool call എന്താണെന്നൊക്കെ നിങ്ങൾക്ക്, if you are about AI agents and everything, then tool call will be familiar. ഞാൻ AI ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം, എങ്ങനെയാണ് ഒരു ഏജന്റിക് സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം. ദിസ് ഇസ് ജസ്റ്റ് ഫോർ ലൈക്ക് for general audience, resume the conversation. Okay, this will cost me actually like some money, like maybe like adiyonna avilla, but anyway, like some credits anyway, but it's fine. It's for പക്ഷേ ഇത് $20 നിങ്ങൾക്ക് ആക്ച്വലി അൺലിമിറ്റഡ് ആണ്. സ്ലോ റിക്വസ്റ്റ് ആവുന്ന മാത്രമേ ഉള്ളൂ, അതർവൈസ് ഫാസ്റ്റ് റിക്വസ്റ്റ് ഇതുപോലെ കിട്ടില്ല, ഒത്തിരി നിങ്ങൾ ക്യൂവിലായിരിക്കും. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ ഇറ്റ്സ് ജസ്റ്റ് കീപ് ജനറേറ്റിംഗ്. ലെറ്റ്സ് വെയിറ്റ്. ഓ മാൻ, ഓക്കെ. So they are asking like, okay, I just accept all, just done accept all, and I don't need to get npm run dev because ഞാൻ ഇപ്പോൾ ഓൾറെഡി npm run കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ട്. You can just, it's okay, but you can just npm run dev. Okay, now the moment of truth, നമുക്ക് control tab, fix store, you can see our shopping site is completed, like you can see. But we can always tweak the styles and everything, but for now this is one shot. ഒത്തിരി ടൈം മുതൽ നമ്മൾ ഒന്നും പറഞ്ഞില്ല. നമ്മൾ basically it's using like that API and generating everything. Okay, so here you can see there is a cart. Okay, if I add to cart, you can see kanda, cart poi, proceed to checkout, proceed to check. Okay, but functionality boom. You can just delete the stuff. You can go to products page. Man, this is awesome. You can see all the products here.
If you need something like that, yeah, all categories, electronics, yeah, jewelry, you can see this is category wise filtering. If you want search something like men's, yeah, it's working, right? So if I click on this one, then this is like product, uh, yeah, product image and individual product detail. If I click on add to cart, and yeah, if I click on two products and add, then yeah, total three product. Now it's $362. Yeah, I mean, this is it, guys. നമ്മൾ ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് എന്ത് സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു API വെച്ചിട്ട് ഒരു ഫുൾ ഷോപ്പിംഗ് സൈറ്റ്. ബട്ട് ഇഫ് യു വാണ്ട് എ ഡാർക്ക് മോഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ദെൻ ദാറ്റ് ഓൾസോ യു ക്യാൻ ജസ്റ്റ് ഗീവ് ഇറ്റ് ലൈക്ക് സോ. This is in light mode. Please provide a dark mode also, so I can switch the theme to light and dark mode. Make it more like Next.js shared scene kind of modern UI. Okay. സോ ഞാനിതിപ്പം ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റൈലൊന്ന് ടീക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. സോ യാ, ഞാനിത് റെഫറൻസ് കൊടുത്തേ ഉള്ളൂ, ഷാഡ്സി ആൻഡ് Next.js ആ ഒരു സെറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എനിവേ, സോ ടെയിൽവിൻഡ് ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് ഈ ഭയങ്കര കസ്റ്റമൈസബിൾ ആണ് സാധനങ്ങളൊക്കെ. ഓക്കെ, സോ എല്ലാം നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ബട്ട് now I don't think there is a base components or utilities. എനിക്കറിയില്ല ഇത് എത്ര വർക്ക് ചെയ്യുന്നത്, ബിക്കോസ് this is using like old Tailwind. No, this is new Tailwind I am using, but AI is using like old Tailwind stuff. So in old Tailwind ഇതൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. പുതിയ Tailwind I don't think these all things are useful. But yeah, it's not, I'm not sure, but yeah, കാണും, ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് എനിവേ, I'm not sure, but let's look into it. Yeah, the time is like 42. It's been 42 minutes. Anyway, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ കോഡ് എങ്ങനെയാണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ജസ്റ്റ് ഇതെന്ത് പറയുന്നു അതുപോലെ ചെയ്യുന്നു. ഓക്കെ, നവബാറൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ബേസിക്കലി കണ്ടോ, ഇത് തന്നെ ക്രിയേറ്റ് ചെയ്തു ഓരോരോ കമ്പോണൻസ്. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ഷുഡ് ബി ക്രിയേറ്റിംഗ് ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വളരെ മെയിൻറ്റെയിനബിൾ ആയ രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കേഴ്സർ റൂൾസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ക്രിയേറ്റിംഗ് like this kind of modularized way. So yeah, that is really powerful. So accept all കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാം ലൈക്ക് ഇത് വന്നിട്ടുണ്ട്. Yes, sometimes like it will be not good in the first shot, but yeah. എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും സ്റ്റൈൽ മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് തോട്ട് ദാറ്റ് ദിസ് മച്ച് ഓഫ് വുഡ് ടേക്ക് because it's changing everything. Yeah, it's changing the color, and because I asked to change like Shadsi and that kind of UI, so that's why. Next, there are ഇപ്പോൾ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. We can use like V0. That is also, everything is like $20 a month if you are like avid developer or something like that. $20 കുറച്ച് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ I think the main thing that you need like a cursor subscription that will cost you like $20. Then the next one is like you can use V0. That is very great tool. I can show you a good tool. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. That is also like you can create like unlimited, I guess. I don't know, they are saying like some usage limit is associated with it, but I use that much, but I didn't noticed any kind of limitations. But anyway, that is also $20. So if you have like
$20, then yeah, for development purpose it's fine, and for other purposes I suggest basically like Perplexity. If you are familiar with it, just alternative like a based search stuff, yeah, that is also $20. So I guess it will take like $60. You can unsubscribe ChatGPT because yeah, but yeah, Perplexity has a lot of models in it. Like we can choose Claude, DeepSeek. Yeah, for $20 we will be getting all the models, and also you can search and everything. But I can yeah, ഓരോ ടൂളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. But for now, like it's taking too much time, I guess. Yeah, you can see it's like changing all the stuffs and everything. Like yeah, you can see there is a toggle button also here. If you click on this button, it should supposed to be like toggling the, but it's not completed. I can still accept all, but I don't know what it will do. Like no, it's not doing. If you go to home page, then also you can see it's changed to dark mode. Everything is in dark mode now. Yeah, if you click over here also, it will be dark mode. Like I guess this white image is from that API. Okay, API nu varunondana ee sambhavam. Okay. Yeah, you see ഇതെല്ലാ സ്റ്റൈലും ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട് കണ്ടോ. പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജും ഇതിൻ്റെ ഇത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദിസ് ഇസ് നൗ okay, you can see product detail page. It's editing right now. Okay, kanya yeah, product rating reviews, yeah. Oh, it's also using motion div, yeah, okay. Framer motion also it's using for animations and everything, I guess. Okay. Okay, it's yeah. Anyway, you can see now it's like looking good. Jewelry file, yeah. Now it's changed to that other to cart. If you go to the cart, you can see. Yeah, this one is not implemented, I guess. Okay. So basically, yeah, this is what vibe coding means and everything. Yeah, home. Yeah, yeah. Okay. Yeah, I guess that's it. For now, you can see our functionalities has been implemented and everything. So we can do more thing. But for now, this would be good. So thank you for ഇത് മൊത്തം കേൾക്കുന്നവർക്കും നന്ദി, അല്ലാത്തവർക്കും നന്ദി. യാ, ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ പുതിയൊരു സംഭവമായിട്ട് വരാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ.